ഇനി ഇതൊന്നും ഇല്ല, കഥ ടാറ്റ ബൈ ബൈ. എത്ര പടങ്ങൾ, പോക്കിരി മുതൽ ഒരൊറ്റ പടം പോലും ഞാൻ ഫസ്റ്റ് ഡേ കാണാതിരുന്നിട്ടില്ല വിജയുടെ. അത്രയേറെ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കൗമാരങ്ങളിൽ ഞാൻ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് കഥാപാത്രം, രക്ഷകൻ സാധനം, തെറ്റായി ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യം, ഒരു 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 കാലഘട്ടത്തിൽ മൊത്തം വിജയുടെ ഒരു ഇതിലായിരുന്നു. ഇനിയിപ്പോൾ ഇല്ല, അത് ലാസ്റ്റ് പടം കഴിഞ്ഞ് ഇതുപോലത്തെ ബഹളോ ഫസ്റ്റ് ഡേ ഉള്ള തള്ള ഉന്തും, രാവിലെ ടിക്കറ്റ് കിട്ടില്ല, വൈകുന്നേരം വരെ ഉച്ച വരെ ക്യൂ നിന്ന് അതേ പൊരിവേലത്തിൽ നിന്ന് പട്ടിണി കിടന്ന് പടം കണ്ട് ഇടിയുണ്ട്, എന്തോ ഒരു ഓർമ്മകളല്ലേ കഴിഞ്ഞ്. അപ്പം ലാസ്റ്റ് പടം ജനനായകൻ. ഇതിലെല്ലാത്തിലും ഇത് നമുക്കിനി ഈ പറഞ്ഞ പോലെ ഇത് ഇമ്മോർട്ടൽ ജോൺ ഹിംലർ ഇനി കാണാൻ പറ്റില്ല, സ്ക്രീനിൽ കാണാൻ പറ്റില്ല. പക്ഷെ അതിൽ വിഷമമൊന്നുമില്ല, കാരണം അതിനപ്പുറം ഡെയിലി സിനിമ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് വിജയ്. സിനിമയിൽ നിങ്ങളൊക്കെ രക്ഷകാന്ന് വിളിച്ച് എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ വരാൻ എന്നാലും കുഴപ്പമില്ല, പുള്ളിയുടെ കാര്യങ്ങൾ അതിനേക്കാൾ നന്നായിട്ട് ഇപ്പോൾ കുറച്ച് പേർക്ക് കൈയടിക്കാനും പേപ്പർ വാരി എറിയുന്നതിനപ്പുറം കുറേ ആൾക്കാരുടെ ജീവിതത്തിൽ നല്ല മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ചാലക ശക്തിയായിട്ട് അദ്ദേഹം പ്രവർത്തിക്കട്ടെ. ഇതിന് നല്ല കാര്യം. സിനിമയിൽ വരുമ്പം എനിക്കിപ്പം നമുക്ക് എല്ലാ പടങ്ങളും വിജയ ഭയങ്കര ലോകോത്തര അഭിനയം ഒന്നൊന്നുമില്ല. പക്ഷേ ഫാൻസിന് വേണ്ടിയിട്ട് സിനിമകളിൽ ഇപ്പോൾ രക്ഷകൻ എന്ത് കൂറപ്പടമാണെങ്കിലും എത്ര വേസ്റ്റ് പടമാണെങ്കിലും ഏതെങ്കിലും ഒരു മൊമെൻറ്റ് നമുക്കുണ്ടാവും, അത് മതിയാവും ഫാൻസിന്. പിന്നെ 5 പാട്ട്, ഫൈറ്റ്, ഡയലോഗ്, അത് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അതല്ലേ എൻ്റെ ഒരു രസം. ഒരു ഉദാഹരണം പറഞ്ഞാൽ വേട്ടക്കാര സിനിമയിൽ അപ്പ കെട്ട കെട്ടിയേ അണ്ണം കിട്ട കെട്ടിയാ അവിടെ പൊങ്ങും, അവിടെ ഇങ്ങനെ ഇരിക്കും. അല്ല ഇപ്പോൾ ഏത് സിനിമയായാലും ഇപ്പം ഒരാൾക്ക് ഒരു നിസ്സഹായനായിട്ടുള്ള ഒരാൾ ഒരു വഴിയില്ലാതെ നടക്കുമ്പം വിജയ് എൻട്രി വരും. അത് ചിലപ്പം തുപ്പാക്കിയിൽ പട്ടിയുടെ ബാക്കിൽ നിന്ന് വരുന്ന പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ബീസ്റ്റിൽ കോടാലിയും കൊണ്ട് വരുന്ന പോലെ ആയിരിക്കാം. അങ്ങനത്തെ സാധനം അത് കുറച്ച് നേരം ഉണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ്. ഈ സിനിമയിൽ ഫ്ലാഷ് ബാക്ക് സീൻസ് ഉണ്ട്, അതേ സാധനം അതിൻ്റെ ഹൈ ആണ് അത്രയും സമയം. ഫ്ലാഷ് ബാക്ക് ഉടനീളമല്ല, ഫ്ലാഷ് ബാക്കിലെ കുറേ ഏരിയാസ് ആ സാധനമുണ്ട്. ഫാൻസിന് വേണ്ടിയിട്ട് കൈയടിച്ച് നമ്മൾ കാത്തിരുന്ന മൊമെൻറ്റ് അവിടെ ഉണ്ട്. പക്ഷേ അതുമാത്രം തന്നെ ലാസ്റ്റ് പടം എന്ന് പറയുമ്പോൾ വിനോദ് കുറച്ചുകൂടി നല്ല ഫെയർവെൽ കൊടുക്കായിരുന്നു. സ്റ്റിൽ ഇതൊരു മറ്റേ കുരുവി എന്ന് സുറ വില്ല് അതുപോലത്തെ കാട്ടവരാതം അങ്ങനെയല്ല. പക്ഷേ ഒരു നമുക്ക് വേട്ടക്കാരൻ അല്ലെങ്കിൽ വേലായുധം അതുപോലത്തെ ഒരു മിഡ് വേണമെങ്കിൽ പറയാമെന്നുള്ളൊരു സിനിമയാണ്. പക്ഷേ കുറേ ലെങ്ത് കുറയ്ക്കായിരുന്നു. ഇത്രയും 3 മണിക്കൂർ ഇത്രയും സമയം ഒരുപാട് നേരം ആവശ്യമില്ല. പിന്നെ ഭഗവന്ത് കേസിന് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് ഈ സിനിമ നമ്മളെ മക്കളടുത്ത് അച്ഛൻ വലിയ വിജയ് ഫാനാണ്, വിജയ് അഭിനയിച്ച അവസാനത്തെ പടമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല. അവർ പറയും എന്ത് മലം കെട്ടെന്ന് പറയും. കാരണം ഒരുപാട് സീൻസ് അങ്ങനെ ഉണ്ട്. എന്നാൽ നമ്മളെന്താ പ്രതീക്ഷിക്കുന്നത്, കുറേ പാട്ട്, ഡാൻസ്, ഒരു സാധനം അതൊക്കെ ഉണ്ട്, അതൊക്കെ സിനിമയിൽ ആവശ്യത്തിനുണ്ട്. പക്ഷേ അതിനപ്പുറം ഒരു ഫെയർവെൽ ഗുഡായിട്ട് ഇത്രയും കിടിലൻ സാധനമായിട്ട് വരേണ്ട ഒരു സാധനം അത് വന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അതിൽ ഒരുപാട് സീനുകളൊക്കെ വെറുതെ ഈ പറഞ്ഞ പോലെ മലങ്കെട്ട് സീനുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഡാൻസ്, പാട്ട്, ഫൈറ്റ് ഇതൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളതാണ് ഈ സിനിമയെക്കുറിച്ച് പറയാൻ. ഇത് ഇത്രയും സമയം അവർക്ക് കിട്ടി, എന്നിട്ട് കുറച്ചുകൂടിയൊക്കെ ട്രിം ചെയ്ത് കളഞ്ഞിട്ട് ആരും പറഞ്ഞു കൊടുത്തില്ലേ, കുറേ സാധനം കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നത്. അങ്ങനെ ചെയ്തില്ല. അതുപോലെ ഇതിനെന്തിനാണ് സെൻസർ കൊടുക്കായിരുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇതിൽ വിജയുടെ പേര് തളപതി വെട്രിക്കൊണ്ടൻ, കയ്യിൽ TV-ക്ക് എന്ന് പച്ച കുത്തിയിട്ടുണ്ട്. അതും അങ്ങനെ സൂക്ഷ്മദർശിനി നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അതിനൊക്കെ ആണെന്ന് തോന്നി സെൻസർ കൊടുക്കുക. അതിനെ കുറച്ച് സീനൊക്കെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതപ്പോൾ ആദ്യമേ അങ്ങ് മ്യൂട്ട് ചെയ്ത് ഇറക്കിയാൽ പോരായിരുന്നു. എന്താണെന്ന് അറിയില്ല. ഇലക്ഷൻ ഈ സിനിമ വന്നതുകൊണ്ട് ഇലക്ഷന് ഭയങ്കരമായിട്ട് സ്വാധീനിക്കും വിജയ്, അങ്ങനത്തെ ഒരു ഇതുമില്ല ഇതിനകത്ത്. ഈ പടം പ്രിൻ്റ് ലീക്കായത് അതുകൊണ്ടാണ് സിനിമയ്ക്കും ഇതിനും ഇലക്ഷന് വേണ്ടിയിട്ടുള്ള സിനിമയാണ് അങ്ങനെയൊന്നും തോന്നിയൊന്നുമില്ല. പൊളിറ്റിക്സൊക്കെ കൊണ്ട് ഒരു മുപ്പാട്ട കാലം മുതൽ ഭരിച്ചുകൊണ്ട് പറഞ്ഞവർ അവരുടെ കാര്യങ്ങൾ അവരെയൊക്കെ ഊക്കിയൊക്കെ വിടുന്നുണ്ട്. എന്നാലും ഇത് അങ്ങനെ ഒരു നിർണായക ഘടകം പോലത്തെ ഒരു സാധനമായിട്ടൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. ഫാൻസിന് കൈയടിക്കാനുള്ള സീൻസുണ്ട്, എനിക്ക് കൈയടിക്കാനുള്ള സീൻസുണ്ട്. ഇമോഷണലി ഹുക്കാവുന്നതിന് ഫസ്റ്റത്തെ ടൈറ്റിൽ കാർഡ് അതാണ് CM വിജയ്, തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ ജോസഫ് വിജയ് ടൈറ്റിൽ. അത് ഗുസ്പംസാണ്. അതുപോലെ ഞാൻ പറഞ്ഞു ഫ്ലാഷ് ബാക്കിൽ വരുന്ന കണ്ണകിയുടെ പ്രതിമയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള കുറേ സീൻസ് ഉണ്ട്. അവിടെ കുറേ പരിപാടി ഹൈ അടിക്കുന്നുണ്ട്. പിന്നെ പടം കഴിയുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു ഇമോഷണൽ സാധനമാണ്. ഇമോഷണലായിട്ട് പടം അവിടെ
അവിടെ അത് ഫീൽ ചെയ്യുള്ളൂ. അവിടെ ഒരു സാധനം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ നന്നായിരുന്നു. ടൈറ്റിൽ കാർഡ് അല്ലേ, ദളപതി വിജയ് അതൊക്കെ മാറി CM വിജയ്, ഒരു പ്രൗഡാണ്. ഇനിയിപ്പോൾ നമ്മളത് ഇപ്പോൾ നിങ്ങൾ പറയും നീ ഈ കറുപ്പിന് ഇങ്ങനെയൊന്നുമല്ലല്ലോ, അവരത് മറ്റൊന്നുകൊണ്ട് വലിച്ചു കയറി വിട്ടല്ലോ, ഇത് എന്താ അങ്ങനെ പറയാതെ കേട്ടാ. ഞാൻ സൂര്യ ഫാനല്ല, എനിക്കല്ല ഫാൻ സർവീസ് വർക്കൗട്ട് ആവണമെന്നില്ല. ഇനിയിപ്പോൾ നമ്മളൊന്നിനും ഇല്ലടേ, നമ്മളിനി മത്സരിക്കാനും ഇല്ല, ഫസ്റ്റ് ഡേ കളക്ഷനോ ഫൈനൽ കളക്ഷനോ അതിനൊന്നിനും നമ്മളില്ല, നമ്മൾ മാറി. നിങ്ങളെ എന്താണെന്ന് വെച്ചാൽ അയക്കാം. നമുക്കിനി സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം നല്ല ലെങ്തുള്ള ഒരു സിനിമയാണ്. ടിപ്പിക്കൽ തെലുങ്ക് മാസ് മസാല പടത്തിൻ്റെ തമിഴ് വെർഷൻ. വിജയുടെ ഹീറോയിസം കാണിക്കാനുള്ള സ്ഥിരം പരിപാടികളൊക്കെ തന്നെ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു എക്സ്ട്രാ ഓർഡിനറി പരിപാടിയൊന്നുമില്ല. നിഴൽക രവിയാണ് ഇതിലെ തള്ളുമൂപ്പൻ, പിന്നെ പൂജ ഹെഗ്ദെ ഉണ്ട്, വെറുതെ ഒരു നായിക, ഒരു കാര്യമില്ലാത്തൊരു ബോബി ഡിയോളുണ്ട്. ബോബി ഡിയോൾ കിട്ടുന്ന സ്വാഗ് കേട്ടോ അതിനകത്ത്. വില്ലൻ എന്നുള്ള രീതിയിൽ വില്ലനായിട്ടൊക്കെ നല്ല ഹെവി വില്ലൻ തന്നെയാണ്. പക്ഷേ ബോബി ഡിയോൾ എന്തുകൊണ്ട് വില്ലനായി എന്നുള്ള സാധനങ്ങളൊക്കെ കോമഡിയായി. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ബോബി ഡിയോളിൻ്റെ കൂടെ സുനിൽ, ബോബി ഡിയോളിന് എന്താണ് ചിന്തിക്കുന്നത് അതാണ് സുനിലിൻ്റെ ചിന്ത, വേറെ മാറ്റമൊന്നുമില്ല. കൂടെ പ്രിയാമണിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ പുള്ളിക്കാരൻ വില്ലനാവാനുള്ള കാരണമൊക്കെ വൻ കോമഡി ആയിപ്പോയി. മമിത ബൈജു ഉണ്ട്, ഫൈറ്റ്സൊക്കെ ഉണ്ട്, നന്നായിരുന്നു. ഇടയ്ക്ക് കുറച്ച് ക്യൂട്ട്നെസ് പരിപാടി ഉണ്ടായിരുന്നു. എന്നാലും ആ ഒരു ചിറ്റപ്പൻ മകൾ ഇമോഷൻ അത്യാവശ്യം വർക്കൗട്ടായിട്ടുണ്ട്. ഗൗതം വാസുദേവ മേനോനായിട്ട് തന്നെ വീണ്ടും അഭിനയിച്ച് പോയിട്ടുണ്ട്. പ്രകാശ് രാജുണ്ട്. പ്രകാശ് രാജിൻ്റെ കുറേ ഡയലോഗ് രസം ഉണ്ടായിരുന്നു. പിന്നെ സുനിൽ നരയൻ നരയനുണ്ട്. നരയനും നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരനായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ട് പോയി. നാസർ, രേവതി ഇവരൊക്കെയാണ് പിന്നീട് വച്ചിരിക്കുന്നത്. എച്ച് വിനോദമൊക്കെ മസാല കൂട്ടൊക്കെ അത്യാവശ്യം വർക്കൗട്ടായിട്ടുണ്ട്, മസാല പരിപാടിയുണ്ട്. പക്ഷേ അതിനകത്ത് സ്ക്രിപ്റ്റിലും കൂടി കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ഇന്നോവേറ്റീവായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പലയിടത്തും അപരാധമായി പോയി. കുറച്ചുകൂടിയൊക്കെ ചെയ്യാമായിരുന്നെന്ന് തോന്നി. സിനിമാട്ടോഗ്രാഫിയൊക്കെ നന്നായിട്ടുണ്ട്. സത്യൻ സൂര്യൻ്റെ ഇത് അനിരുദ്ധ് ആസ് യൂഷ്വൽ കത്തിച്ചിട്ടുണ്ട്. ചിലയിടത്തൊക്കെ മറ്റേ ഈ നമ്മളെ പാട്ടുണ്ടല്ല ഓം പേരേ, അതൊക്കെ കിടുക, അതൊക്കെ തിയേറ്ററിൽ നമ്മൾ കൈയടിക്കാം, അതൊക്കെ ഉണ്ട്. അതും രാമണ മമണ്ട കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ആ സമയത്തൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെയും 1-2 പരിപാടികൾ അനിരുദ്ധ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അനിരുദ്ധ് ലാസ്റ്റത്തെ പടമാണെന്നുള്ള രീതിയിൽ അറിഞ്ഞ് പണിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ. പിന്നെ ഞാനൊരു വിജയ് ഫാൻ എന്ന നിലയ്ക്ക് എനിക്കിതിനകത്ത് ഇതിൻ്റെ അത് ശരിയായില്ല, ഇത് ശരിയായില്ല, മറ്റത് ശരിയായില്ല എന്നുള്ളതൊന്നും പറഞ്ഞിട്ട് ഇനി ഒന്നും സംഭവിക്കാനുമില്ല. അതിലൊന്നും യാതൊരു പ്രസക്തിയും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ജസ്റ്റ് പോയി കാണുക. വിജയിന് കാണാൻ പറ്റത്തില്ല, അവസാനത്തെ പടമാണ്. അതിൻ്റേതായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടാവും. അത് അങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. വിജയ് ഇനി ഇതുപോലെ ഒരു സാധനം ഇല്ല എന്നുള്ള ഒരു ഇതിൽ കാണുമ്പോഴേക്കും നമുക്ക് കാണാമെന്നുള്ളതേ ഉള്ളൂ. വേറെ അതൊന്നും എനിക്ക് പറയാനില്ലടാ ഇതിൽ. അപ്പോൾ താങ്ക് യു, ലവ് യു, ഓൾ ദ ബെസ്റ്റ് ഇളയ ദളപതി വിജയ്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വരട്ടെ.